ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഇനി നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും നമ്മളെ പുറകയിൽ നിന്ന് കുത്തുന്ന, അതായത് കട്ടപ്പയുടെ സ്വഭാവമുള്ള പല ആളുകളും നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രത്യക്ഷത്തിലൊന്നും നമുക്ക് അവരെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ നമ്മളോട് ഭയങ്കര സ്വീറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. പക്ഷെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാലായിരിക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. ഇതിപ്പോ റിലേഷൻഷിപ്പിന്റെ കേസിലാണെങ്കിലും പല ആളുകളും തന്റെ പാർട്ട്ണറിനോട് നല്ല സോഫ്റ്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് പെരുമാറി ഫേക്ക് ചെയ്ത് നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരൊന്ന് മാറിക്കഴിയുമ്പോൾ ഇവരുടെ തനി സ്വഭാവം പുറത്തെടുക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ആളുകളെ എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അവർ കോമൺ ആയിട്ട് കാണിക്കുന്ന കുറച്ച് സ്വഭാവ രീതികളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ് എന്നുള്ളത്. സോ അതിന്റെ കുറച്ച് സൈനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലൊന്നാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഒരു മുഖവും അതുപോലെ നിങ്ങൾ മാറിക്കഴിയുമ്പോൾ മറ്റൊരു മുഖമാണ് ഉണ്ടായിരിക്കുക. അതിൽ തന്നെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ അവർ നമ്മളെ കാണുന്ന സമയത്ത് നമ്മളോട് ഭയങ്കര കെയറിങ് ഉള്ള പോലെ ആയിരിക്കും സംസാരിക്കുക. ഇതിപ്പം എല്ലാ ആളുകളുടെ കാര്യത്തിലും ബാധകമാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ചില ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ആവാം, ഇനി മേ ബി നമ്മുടെ പാർട്ട്ണർ പോലും ആവാം. അപ്പൊ നമ്മളെ കാണുമ്പോൾ നമ്മളോട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം ഒന്നും അത്ര ശരിയല്ല, അല്ലെങ്കിൽ അവന്റെ സ്വഭാവം ഒന്നും അത്ര ശരിയല്ല, ഈ രീതിയിൽ നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത്തരത്തിലുള്ള ആളുകള് ബാക്കിയുള്ളവരുടെ മുന്നിൽ ഭയങ്കര നല്ല ആൾക്കാരായിട്ട് പെരുമാറാനായിട്ട് കൂടുതലും ശ്രമിക്കുന്നവരായിരിക്കും. ആരും അവരെ കുറിച്ച് മാത്രം മോശം പറയാൻ പറ്റില്ല, പക്ഷെ അവർക്ക് എല്ലാരെയും കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ രീതിയിലായിരിക്കും അവരുടെ ഒരു സ്വഭാവം വരുന്നത്. ഇനി ഇവരുടെ രണ്ടാമത്തെ ഒരു സൈനാണ്, നിങ്ങളുടെ വിജയത്തിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ലൈഫിൽ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സന്തോഷം വരുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ ചെയ്യുമ്പോൾ അതിലൊരിക്കലും ഇവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ഇവരെപ്പോഴും ഒരു അസൂയയോടുകൂടി തന്നെ ആയിരിക്കും അതിനെ നോക്കി കാണുന്നത്. നിങ്ങൾക്ക് വളരെയധികം വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്ന സമയത്ത് അവർ അതിനോട് അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു രീതി, അവർക്കിങ്ങനെ ചിരിക്കുന്നുണ്ടാവും, പക്ഷെ ഉള്ളിൽ ആ ഒരു സന്തോഷം ഉണ്ടാവില്ല, ഉള്ളിൽ അവർക്കൊരു അസൂയായിരിക്കും. അപ്പൊ ഈ രീതിയിലായിരിക്കും അവർ നിങ്ങളടുത്ത് പെരുമാറുന്നുണ്ടായിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഒട്ടും പറ്റാത്ത ആളുകളായിരിക്കും. കാരണം നമ്മളുടെ അടുത്ത് വന്ന് നിന്നിട്ട് ബാക്കിയുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയും. എന്നിട്ട് നമ്മളുടെ ഓരോ സീക്രട്ടുകൾ അവർ മനസ്സിലാക്കിയെടുക്കും. എന്നിട്ട് വേറൊരു ഗ്രൂപ്പിൽ പോയിട്ട് അവിടുത്തെ ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു സീക്രട്ട് അവരോട് പോയി പറയുകയും ചെയ്യും. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ഒരു ചീറ്റിംഗ് ആണ്. കാരണം നമ്മുടെ വിശ്വാസം നേടിയെടുത്തിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള ആളുകളോട് പോയിട്ട് ഇത് തുറന്നു പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു പൊതു സ്വഭാവമാണത്. അവർ ഈ രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു തവണ നിങ്ങൾ അവരോടൊരു കാര്യം പറഞ്ഞു, അവരത് പോയി വേറൊരു ഗ്രൂപ്പിൽ പറഞ്ഞു, പ്രശ്നമായെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മളത് അവരോട് പറയാണ്, നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കഴിയുമ്പോൾ അവർ പറയില്ല കേട്ടോ, സോറി, ഇനി ഞാൻ അങ്ങനെ പറയില്ല, തെറ്റുപറ്റി പോയതാണെന്നൊക്കെ പറഞ്ഞ് അവർ അപ്പോളജൈസ് ചെയ്യും. പക്ഷെ അവർ വീണ്ടും ഈ ഒരു തെറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നാലാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെന്ന് വിചാരിക്കാം. അത് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആവാം. ആ സമയത്ത് ഇവർ പെട്ടെന്ന് അപ്രത്യക്ഷരാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവരൊരിക്കലും നിങ്ങൾക്ക് അതിന് കിട്ടില്ല. കാരണം ഇവർ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോവുകയാണ് ഉണ്ടാവുക. പിന്നെ പലപ്പോഴും ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അത് മേ ബി നമ്മുടെ ഇമേജിനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമാവാം. മേ ബി സത്യമൊന്നും ആവില്ലെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗോസിപ്പ് കൈൻഡ് ഓഫ് സാധനമാണെങ്കിൽ ഇവര് നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്കും അത് ബാധിക്കുമല്ലോ, ഇവരുടെ പേരും ചീത്തയാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇവർ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാനോ ഒന്നും നമുക്ക് ഇവരെ കിട്ടില്ല. ഇവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇവരുടെ ആ ഒരു വേർഡ്സിലും അതേപോലെ നമ്മളെ കാണുമ്പോഴുള്ള ആ ഒരു ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള സംസാരത്തിലും മാത്രമായിരിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം, ഈ ഒരു സൈനിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
നിങ്ങളോട് വന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ സീക്രറ്റുകളും ബാക്കിയുള്ള ആളുകളുടെ ഗോസിപ്പുകളൊക്കെ പറയുന്ന ആളുകൾ. ഇതൊരു പരിധി വരെ നമുക്ക് ഇപ്പൊ നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാന്ന് വിചാരിക്കാം. അപ്പൊ ആള് മേ ബി ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ മേ ബി നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ വേറെ കാര്യങ്ങളും പറയും. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് വാ തുറക്കുന്നതേ ഈ ബാക്കിയുള്ളവരുടെ ഈ കുറ്റങ്ങളും കുറവുകളും പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അവർ നമ്മളെ അടുത്തേക്ക് വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ആരുടെങ്കിലും ഒക്കെ ഒരു കുറ്റമായിട്ടായിരിക്കും വരുന്നതെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ബാക്കിയുള്ളവരുടെ സീക്രട്ടുകളും ബാക്കിയുള്ളവർ അവരെ വിശ്വസിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് വന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ആളുകൾ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ സീക്രട്ട് ബാക്കിയുള്ളവരോട് പോയി പറയും ഇതുപോലെ തന്നെ. കാരണം ഇവരുടെ ഒരു ഹോബി ഇതാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടും നമ്മുടെ ഫാമിലിയിലായിട്ടും അങ്ങനെ പല സ്ഥലത്തായിട്ടും നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ സൈനുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ വേർതിരിച്ച് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇങ്ങനത്തെ ആളുകളിൽ നിന്നും മാക്സിമം അകലം പാലിച്ച് നിൽക്കാൻ ശ്രമിക്കുക. കാരണം അതായിരിക്കും നമ്മൾക്ക് എപ്പോഴും നല്ലത്. കാരണം നമ്മളുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യാൻ അത്രയും ശക്തിയുള്ള പോയിസൺ ആണ് ഇവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രയും ഇമ്പാക്റ്റുകൾ ഇവരുടെ വേർഡ്സിനുണ്ട്. ഇവർ ആ രീതിയിലൊക്കെ വളച്ചൊടിക്കും. പിന്നെ നമ്മളെ കുറിച്ച് ചിലപ്പോൾ പറയുന്നത് ഉള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, കുറച്ച് മസാലയൊക്കെ ചേർത്ത് അവർ നിൽക്കുന്ന സർക്കിളിൽ അവർക്കൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരേത് രീതിയിൽ വേണമെങ്കിലും പറയുന്ന ആളുകളാണ്. സോ ഇത്തരത്തിലുള്ള ആളുകളെ ശ്രദ്ധിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മി രാഷ്ന സൈനിങ് ഓഫ്.